അപ്പം ഞാൻ വേറെ മേക്കപ്പും കാര്യങ്ങളൊന്നും തന്നെ ഇട്ടിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു കണ്ണ് ചെറുതും ഒരു കണ്ണ് വലുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. അപ്പൊ നിങ്ങൾ ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നാളെ തുടങ്ങി ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. സ്കിൻ കെയർ ചെയ്യാം കേട്ടോ. സ്കിൻ കെയർ മെത്തേഡ്സിന്റെ 4 സ്റ്റെപ്സ് എന്ന് പറയുന്നത് ക്ലെൻസിങ്, ദെൻ ടോണർ ചെയ്യുക, പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ലിപ് ബാം കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല രീതിക്ക് തന്നെ ഫ്രഷപ്പ് ആവും കേട്ടോ. പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്ന ടോണർ പ്ലമ്മിൻ്റെ നിയാസിനാമൈഡ് പ്ലസ് റൈസ് വാട്ടർ വരുന്ന ടോണറാണ്. അതുപോലെ തന്നെ മോയ്സ്ചറൈസറും ലിപ് ബാമും പ്ലം ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ടും ടോണറിനെ കുറിച്ചിട്ടും ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. പിന്നെ വേണ്ടത് മെയിനായിട്ട് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഡോട്ട് ആൻഡ് ഗീയുടെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അതും SPF 50+++ വരുന്ന സൺസ്ക്രീൻ ആണേ. മിനിമം ഒരു 2 hours കൂടുമ്പോൾ തന്നെ നമ്മൾ സൺസ്ക്രീൻ എല്ലാം തന്നെ റീഅപ്ലൈ ചെയ്ത് കൊടുക്കണേ. സ്കിൻ കെയറിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ റീഅപ്ലൈ ചെയ്യൽ. ഈ ഒരു സൺസ്ക്രീനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ടിൻറ്റഡ് ആണ്. അതുകൊണ്ടിട്ട് തന്നെ ഒരു ഫൗണ്ടേഷൻ കവറേജും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റെപ്സ് എല്ലാം നിങ്ങളും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.